അതിവന്ദന ആധുനികതയുടെ മൂടുപടങ്ങൾക്കിടയിൽ ആടി ഉലയുന്ന ഇന്നിന്റെ മനുഷ്യർ പാരമ്പര്യമായി കൈമാറിപ്പോന്ന മാനസിക മൂല്യങ്ങൾ ഇന്നവന് ഭാരമാകുന്നു. വലിച്ചെറിയുന്ന ഈ മൂല്യങ്ങൾ അവനിൽ സൃഷ്ടിക്കുന്നത് ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും നൊമ്പരങ്ങളാണ്. സ്നേഹബന്ധങ്ങളും രക്തബന്ധങ്ങളും ഇന്ന് അർത്ഥശൂന്യങ്ങളായ പദങ്ങൾ മാത്രമായി തീരുമ്പോൾ സമ്പന്ന സംസ്കാരത്തിനുടമകളായ നാം വിരലുകളിൽ എണ്ണാനാവുന്ന മൂല്യങ്ങൾ പോലും സ്വന്തമാക്കാതെ നട്ടം തിരിയുമ്പോൾ നമുക്കായി ദൈവം കാത്തുവെച്ച നന്മയുടെ സ്നേഹബന്ധങ്ങൾ നാം തിരിച്ചറിയണം. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഈ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി തിന്മയെ കൂട്ടുപിടിക്കുമ്പോൾ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ പോലെ തിന്മയുടെ മാസ്മരിക വലയത്തിൽപ്പെട്ട് നാം പരക്കം പായുന്നു. സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിതന് വിലകൽപ്പിച്ചിരുന്ന ഒരു സംസ്കാരം ഈ പ്രപഞ്ചത്തിനുണ്ട്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലു തന്നെയുണ്ടല്ലോ. നല്ല സൗഹൃദം വിശുദ്ധമായ ആരാധനയാണ്. നല്ല സുഹൃത്തുക്കൾ അതിൽ തെളിയുന്ന ദീപങ്ങളും. ഓരോ സുഹൃത്തും ഓരോ പാഠപുസ്തകമാണ്. മനസ്സിരുത്തി വായിച്ചു പഠിക്കേണ്ട പാഠപുസ്തകം. സുഹൃത്ത് ബന്ധത്തിലൂടെ എനിക്കെന്ത് ലാഭം എന്നതിലുപരി കൂട്ടുകാർക്ക് അവരുടെ കുടുംബത്തിന് എന്ത് നൽകാമെന്ന ചിന്തയിലൂടെ മക്കൾക്ക് കുറെ മാതാപിതാക്കളെയും മാതാപിതാക്കൾക്ക് കുറെ മക്കളെയും ലഭിക്കുന്നു. മാതാപിതാക്കൾ ഈ സ്നേഹബന്ധങ്ങളുടെ കാവൽക്കാരായി നിൽക്കുമ്പോൾ ആ ബന്ധങ്ങളുടെ പവിത്രതയും ആത്മാർത്ഥതയും അതിൽ മകൾ വർദ്ധിക്കുന്നു. വിശുദ്ധ ചാവറേച്ചൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൂട്ടുകാരാരെന്ന് പറയുക, ഞാൻ നീ ആരെന്ന് പറയുക. ചാവറേച്ചൻ്റെ ഈ ദീർഘവീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. നല്ല സുഹൃത്തുക്കൾ കടൽ തീരവും തിരമാലയും പോലെയാണ്. അടുക്കുകയും അകലുകയും ചെയ്യുമെങ്കിലും പിരിയുകയില്ല. സുഹൃത്ത് ബന്ധത്തിന്റെ ഉദാത്ത മാതൃക സ്വന്തം ജീവിതത്തിലൂടെ കാഴ്ച തന്ന ഈ ശോനാഥനോട് നമുക്കും പ്രാർത്ഥിക്കാം. സ്നേഹബന്ധത്തിന്റെ വിശ്വസ്തത